രണ്ട് പ്രതിഷേധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ വേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇബ്ലീസിൻ്റെ രാഷ്ട്രം. ഇസ്രായേലല്ല അതിൻ്റെ പേര്, ഇബ്ലീസ് എന്നാണ് ശരിക്കും അതിന് പേരിടേണ്ടത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. പക്ഷെ അള്ളായിട്ടൊരു ബന്ധം അതിനില്ല. യഹോവയുടെ ഒരു പ്രമാണങ്ങളും പാലിക്കാത്ത ലോകത്തെ ഒമിൻ ശരി ഹാസദിൻ ഇദാ ഹസദ് ഒമിൻ ശരി നഫാസാത്ത് ഫിൽ ഉഖദ്. ഇസ്രായേലിയായിട്ട് ആയത്തുകൾക്കും സൂറത്തുകൾക്കൊക്കെ ബന്ധമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഖുലാദ് റബ്ബിൽ ഫലക്കും ഖുലാദ് റബ്ബിൻ നാസും ഒക്കെ യഹൂദന്മാർ നടത്തുന്ന കെണികളും ചുഴികളും വലകളിൽ നിന്നും രക്ഷപ്പെടാൻ മദീനയിൽ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അധ്യായങ്ങളാണത്. വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരുടെ വഴി എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. ഇതിന് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി തരണം. ആ നേരായ വഴി കമ്മ്യൂണിസത്തിൻ്റെ വഴിയല്ല, ക്യാപിറ്റലിസത്തിൻ്റെ വഴിയല്ല, അൾട്രാ സെക്യുലറിസത്തിൻ്റെ വഴിയല്ല, കപട സോഷ്യലിസത്തിൻ്റെ വഴിയല്ല, കപട ഡെമോക്രസിയുടെ വഴിയല്ല, ഇമ്പീരിയലിസത്തിൻ്റെ വഴിയല്ല, സയനിസത്തിൻ്റെ വഴിയല്ല, ഫാസിസത്തിൻ്റെ വഴിയല്ല. മറിച്ച് അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വഴി സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ആ വഴിക്കെതിരെ ആരാണ് രൂപപ്പെടുക എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും ആ ആയത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് വൈരിൽ മഗ്ലൂബി അലൈഹിം, ലോകത്ത് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഏക സംഘം യഹൂദന്മാരാണ്. എല്ലാ യഹൂദന്മാരെ കുറിച്ചൊന്നുമില്ല പറയുന്നത്, വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. വലല്ലാലീൻ, അവരാൽ വഴിപിഴപ്പിക്കപ്പെട്ട മത, രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ശാസ്ത്ര സമൂഹങ്ങൾ. ആ ഇബ്ലീസ്, അതുകൊണ്ടാണ് ഇബ്ലീസാണെന്ന് പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ലോകമൊന്നടങ്കം ചെറുത്തു നിൽക്കേണ്ട വർത്തമാനകാലത്തെ എല്ലാ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും നാട്ടക്കുറിയായ, അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതീകമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം. ഇത്രയേ ഉള്ളൂവെങ്കിലും അതിനത്ര നിസ്സാരമായിട്ട് നമുക്കാർക്കും ആ തെറ്റിദ്ധാരണയില്ല. പക്ഷേ ലോകത്തത് വിശുദ്ധന്മാരാണ്, പുണ്യാളന്മാരാണ്, മണവാളന്മാരാണ്. ഈശോ മിശിഹായെയും അതുപോലെ മോശ പ്രവാചകനെയും യാക്കോബ് പ്രവാചകനെയും അബ്രഹാം പ്രവാചകനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളും മുൻധാരണകളുമൊക്കെ ലോകത്തുണ്ട്. അത് കിട്ടുന്ന ഒരു ബന്ധവും വർത്തമാനകാല യഹൂദിസത്തിനില്ല. ആ യഹൂദിസം കുട്ടികളെ പട്ടിണിക്കിട്ട് കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കുട്ടികളുടെ പ്രശ്നം, ഈ ഗസയിലെ കുട്ടികൾ എന്നുള്ളതിനേക്കാൾ ഉപരി ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, കല, വിദ്യാഭ്യാസ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യം എന്ന് പറയുന്നത്. ഗസയെ സംബന്ധിച്ച് നമുക്ക് സമാധാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അതിൻ്റെ മുമ്പ് യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാ വലാകിൻ ലാ തശ്ഉറൂൻ. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി വീഴുന്നവരെ കുറിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്. ഈ രണ്ട് ആയത്തുകൾ പറഞ്ഞിട്ടാണ് പിന്നെ അല്ലാഹ് പറയുന്നത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ, ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും. എൻ്റെ ശേഷവും പറയുന്നുണ്ട് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, തുരുതുരാ മരിച്ചു വീഴുന്ന മനുഷ്യർ, സമ്പത്തിലും ആൾബലത്തിലുമൊക്കെ, വസ്സമറാത്ത്, സകല വിഭവങ്ങളും നിങ്ങളുടെ നിലനിൽപ്പിന് അർഹരാക്കുന്ന എല്ലാം, ഭയവും വിശപ്പും. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് അത്തരം വലിയ ദൈവീകമായ ഒരു പരീക്ഷണത്തിൻ്റെ, ശരിക്കും ഗസക്കല്ല പരീക്ഷണം, നെതന്യാഹുവിനുള്ള പരീക്ഷണമാണിത്, ട്രംപിനുള്ള പരീക്ഷണമാണിത്, നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവറുകൾക്കുള്ള നമ്മുടെ രാജ്യത്തിന് ഗതികേട് കൂടിയുണ്ട്. നമ്മളൊക്കെ 20% ലോക ജനസംഖ്യയിലെ വലിയൊരു മുസ്ലിം ഉമ്മത്ത് താമസിക്കുന്ന ഇന്ത്യ, ലോകത്തിലെ ഈ കെട്ടുനാറിയ രാജ്യത്തിനെതിരെ ഒരു പ്രതിഷേധം പോലും നടത്താൻ കഴിയാത്തവണ്ണം ഈ രാജ്യത്തെ സംഘപരിവാർ, ഫാസിസം, അതിവഷളായ സ്വഭാവത്തിൽ സംഘപരിവാരം ഇസ്രായേലിനോട് രാജി പ്രഖ്യാപിച്ച് ഏകപക്ഷീയമായി അതിനോട് എല്ലാ തലത്തിലും തോളിൽ കൈയിട്ട് സഞ്ചരിച്ചു. അതേ ആവിഷ്കാരങ്ങൾ യുപിയിലും ബീഹാറിലും ആസാമിലും ഇപ്പോൾ വർത്തമാനകാലത്ത് ഇനി കേരളത്തിലുമൊക്കെ നടത്താനിരിക്കുന്ന പദ്ധതികളുമായി അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം
ഈ പരീക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനത എന്ന് പറയുന്നത് അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ജനതയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതിൻ്റെ ശേഷം അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹു അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറബ് രാജാക്കന്മാർ അഭിവാദ്യം ചെയ്യണമെന്നില്ല. ഇവിടുത്തെ ഏതെങ്കിലും വഷളൻ രാഷ്ട്ര നേതാക്കന്മാർ അവർ അഭിവാദ്യം ചെയ്യണമെന്നില്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒന്നും പിന്തുണക്കണമെന്നില്ല. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അതാണ് ശരി. ഗസ്സയാണ് ശരി, ഫലസ്തീനാണ് ശരി, ഇസ്രായേലല്ല ശരി, അമേരിക്കയല്ല ശരി. അതിൻ്റെ പാർശ്വങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്ര മത സംവിധാനങ്ങളും ഒന്നുമല്ല ശരി. അവർ കുട്ടികളെ പട്ടിണിക്കിട്ട്, നിങ്ങൾ നേരം ഞാൻ നോക്ക് ചിത്രത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ അതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മീനിൻ്റെ ഇറച്ചി ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തലയും വാലും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നതുപോലെ കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും നിഷ്ഠൂരമായ രീതിയിൽ അനങ്ങാൻ, ഇടപെടാൻ, പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ലോകഘടന അൽഹംദുലില്ലാ അതും ഹൈറായിരിക്കും. ഈ അമേരിക്ക പ്രതിനിധീകരിക്കുന്ന, ഈ സോവിയറ്റ് യൂണിയനും പ്രതിനിധീകരിക്കുന്ന, ഇപ്പോഴത്തെ ചൈന പ്രതിനിധീകരിക്കുന്ന ഒരു ലോകഘടന എന്ന് പറയുന്നത് കലങ്ങി മറിയേണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പുതിയ കാലത്ത് പുതിയ ലോകം, പുതിയ രീതിയിലുള്ള ശബ്ദങ്ങൾ, പുതിയ നവോത്ഥാന ശ്രമങ്ങൾ ആരംഭിക്കയല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തെമ്മാടി രാജ്യത്തെ പിടിച്ചു കെട്ടാൻ ആഗോളതലത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതത്വങ്ങൾ, അക്കാലൂനലി സഹ്തി സമ്മാഊനലിൽ കദിബി, അതുപോലെ തന്നെ കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഹുല്ലാഹ് വയസ്ഔന ഫിൽ അർളി ഫസാദ. എല്ലാ യുദ്ധങ്ങളും അവരുടെ അജണ്ടയാണ്. എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ലോകത്ത് ഓടി നടക്കുകയാണ് ഇസ്രായേലിൻ്റെ നെറ്റ്വർക്ക്. ഒന്നത്. രണ്ടാമത്തത് നമ്മൾ ആസാമിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ലോക മനുഷ്യ സമൂഹത്തിന് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്ന വമ്പിച്ച ഇസ്ലാമിക മുസ്ലിം പാരമ്പര്യമുള്ള ഇന്ത്യ. ഈ നരേന്ദ്രമോദിക്കൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ ലോകത്തിൽ അറബ് രാജ്യങ്ങളെക്കാൾ ആഫ്രിക്കൻ രാജ്യങ്ങളോടൊക്കെ അറബ് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ എത്ര അഭിമാനത്തോടു കൂടി ഇയാൾക്ക് പ്രതിനിധീകരിക്കാം, അയാൾക്ക് അതിനെ പ്രബോധനം ചെയ്യാം. പക്ഷെ വഷളൻ അയാൾ സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ വർത്താനത്തിലൊക്കെ ബഹുമാനിക്കുക, ആദരിക്കുകയൊക്കെ ചെയ്യും. വലാ തുതഇൽ കാഫിരീൻ, ഒരു ധിക്കാരികളെയും അനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല. വലാ തുതഇ മിൻഹും ആസിമൻ ഔ കഫൂറ, ധിക്കാരികളും നന്ദി കെട്ടവരും ക്രിമിനലുകളുമാണ് അവർ. അക്രമങ്ങൾ മാത്രം മുസ്ലിങ്ങളോടല്ല കേട്ടോ. മുസ്ലിങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന, തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ മറവിലും ചിലവിലും നിന്ന് സവർണ ബ്രാഹ്മണ്യത്തിനും മുതലാളിത്തത്തിനും ഈ രാജ്യത്തെ തീരെഴുതിക്കൊണ്ടിരിക്കുന്ന കള്ള കപട മുനാഫിക് സംഘവാട് സംഘപരിവാർ എന്ന് പറയുന്നത്. മറിച്ച് ഇത്തിരി പക്ഷെ അള്ളാഹ് വിവരം കൊടുക്കൂല. ഫറോവക്ക് ബുദ്ധി കൊടുത്തിട്ടില്ലല്ലോ, അള്ളാഹു ഒരിക്കലും കൊടുത്തിട്ടില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളോട് പോകാൻ. ഇത് മുഹറം മാസമാണെന്ന് തീരാണ്. ഇത് ഹബ് ഇല ഫിർഔൻ, ഇത് ഹബ് ഇല മോഡി, ഇത് ഹബ് ഇല, അതാണല്ലോ പറഞ്ഞത്. ഇത് ഹബ് ഇല അമിത്ഷാ, നിങ്ങൾ ചെല്ലേ, പറയേണ്ടത് നിങ്ങൾ പറയും. വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഫറോവ വരില്ല എന്നുള്ളവർക്കറിയാം. അയാൾ നന്നായാലും നമ്മൾ കുടുങ്ങി. ഈ സംഘപരിവാരെങ്ങാനും നല്ല സൽഫലങ്ങൾ, നല്ല സൽക്കർമ്മങ്ങൾ ഈ രാജ്യത്ത് ചെയ്യാൻ തുടങ്ങിയ നമ്മളെന്താ ചെയ്യുക? ആളുകൾ മുഴുവൻ ഇപ്പൊ EVM മെഷീന്, അതുപോലെ തന്നെ സുപ്രീം കോടതി, അതുപോലെ തന്നെ ED, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, പോലീസ്, അതുപോലെ തന്നെ സിനിമാ നടന്മാർ, പേടിച്ചവർ, ഭയപ്പെട്ടവർ, വീണവർ, തുലഞ്ഞവർ, മോഷ്ടാക്കൾ, ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംഘപരിവാരം അതിജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂല്യവത്തായൊന്നും പറയാനില്ല. ആ രാജ്യം ഇന്ന് ഈ രാജ്യത്തിലെ മനുഷ്യരുടെ തന്നെ ജീവനെയും സ്വത്തിനെയും അവകാശങ്ങളെയും അപകടകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ലോക 700 കോടി മനുഷ്യരുടെ പ്രതീകാത്മകമാണ് ഇസ്രായേലെങ്കിൽ 200 കോടി 130 കോടിയിലധികം വരുന്ന 7/3 വരുന്ന ജനസംഖ്യയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നാഷണലിസത്തിന്റെ, ദേശീയതയുടെ മറവിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാപട്യങ്ങൾ, കള്ളത്തരങ്ങൾ അവരെ നമ്മൾ കാണുകയാണ്. വലിയ 70 വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യൻ കരയാന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? സ്വന്തം വീട് തകർന്ന് തരിപ്പടമാകും. വലിയ സിനിമാ നടനാണ് പോലും മകൻ, ആസാമിലെ. ആ സിനിമാ നടനായതുകൊണ്ടാണ് അതിന് പോപ്പുലാരിറ്റി കിട്ടുന്നത്, നമുക്ക് അവരായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ 70-80 വയസ്സുള്ള അത്യാവശ്യം നല്ല ജീവിത സൗകര്യങ്ങളിൽ ജീവിച്ച മനുഷ്യൻ ക്യാമറാമാൻ ചോദിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? കണ്ണു തുടക്കുന്നു, വിങ്ങുന്നു, പൊട്ടിക്കരയുന്നു. ക്യാമറയുടെ മുന്നിൽ നിന്ന് അയാൾ ഓടിപ്പോകുന്നു. എന്നിട്ട് വീണ്ടും പറയാൻ ശ്രമിക്കുന്നു, വീണ്ടും കരയുന്നു. നമുക്കൊന്ന് ആലോചിച്ചാൽ ഗോൾപ്പാറയും ആസാമിലെ പൗരത്വ നിരാകരണത്തിന്റെയും പാർപ്പിട നശീകരണത്തിന്റെയും മനുഷ്യൻ അപ്രസക്ത. ഇയാളെന്തൊക്കെയാ പ്രസംഗിക്കാന്ന് പറയും ഈ നരേന്ദ്രമോദി പോയിട്ട്? ലോക സമസ്ത
സുഖിനോ ഭവന്തോ വസുദൈവ കുടുംബകം ആന ചേന. ഇയാൾക്ക് പറയാൻ മഹാത്മാഗാന്ധി, ജനാധിപത്യം, സോഷ്യലിസം, ഇന്ത്യയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ സകല കാപട്യങ്ങളും മനുഷ്യരോട് ഫൈലുൽ മുകദ്ദിബീൻ, വ്യാജന്മാർക്കാണ് നാശം, കള്ളം പറയുന്നവർക്കാണ് നാശം, നുണ പറയുന്നവർക്കാണ് നാശം. എല്ലാ കള്ളത്തരവും. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരെയും ഒരുപോലെ കാണണം. ബീഹാറിലെ പാവപ്പെട്ട മനുഷ്യന്റെ ഇരയാകപ്പെടാൻ പോകുന്നത് ഈ സമുദായമാണ്, മുസ്ലിം ഉമ്മത്താണ്. വളരെ അപകടകരമായ രീതിയിൽ NRCയുടെ മറവിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന എല്ലാവരെയും അവർ അക്കമഡേറ്റ് ചെയ്യുമ്പോൾ ഈ സമുദായത്തിന്, അത് നമ്മൾ വായിച്ചു, ബർമയിൽ നിന്ന് വന്ന സുഹൃത്തുക്കളെ കടലിൽ കൊണ്ടുപോയി കണ്ണുകെട്ടി തോണിയിലിറക്കിയിട്ട് തിരിഞ്ഞു നോക്കിയാൽ വെടിവെക്കുമെന്ന് പറഞ്ഞ് മനുഷ്യത്വത്തിന്റെ യാതൊരു ഡിപ്ലോമസിയുടെ പോലും ഒരു പ്രയോഗങ്ങളും നിർവഹിക്കാതെ നിരായുധരാക്കി, നിസ്സഹായരാക്കി, നിന്ദ്യരാക്കി മനുഷ്യനെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരം ലോകം അനുഭവിക്കുന്ന പ്രശ്നവും ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നവും ഇവിടെയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടും, ഫാസിസവും സിയോണിസവും, ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് ദർശനങ്ങളാണ് കമ്മ്യൂണിസവും ഇസ്ലാവും. അതും കൂടി നമ്മൾ പറയണം. ട്രംപിന്റെ പ്രസംഗം കേട്ടില്ലേ നിങ്ങൾ? ആ മറ്റേ മഹമ്മൂദ് ഹംദാനി ന്യൂയോർക്കിലെ മേയറായി വരും എന്ന് കേട്ടിട്ടേ ഉള്ളൂ മൂപ്പരെ. അപ്പോൾ അതായത് 52 സ്റ്റേറ്റ് ഉണ്ട്, അതിന്റെ മുഖ്യമന്ത്രിയൊന്നുമല്ല. ന്യൂയോർക്ക് ഭയങ്കര പവർഫുള്ളാണ്. ന്യൂയോർക്ക് എന്നാണ് അതിന് പറയേണ്ടത്. യഹൂദന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന അമേരിക്കയുടെ മസ്തിഷ്കമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിൽ നിന്ന് മഹമ്മൂദ് ഹംദാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മേയറായിട്ട് വരുമ്പോഴേക്കും അനറബ്ബുക്കുമുൽ ആല എന്ന് പറയുന്ന ട്രംപ്, ഇസ്രായേലിനെ ഞാനാണ് പരിഹരിച്ചത്, ആ ഫലസ്തീനെ ഞാനാണ് പരിഹരിക്കാൻ പോകുന്നത്, പാകിസ്ഥാൻ, ഇന്ത്യ ഞാനാണ് കൈകാര്യം ചെയ്തത്, ഇലോൺ മസ്ക് മുതൽ ചൈനയെയും ഇന്ത്യയെയും ഒക്കെ വരച്ചവരയിൽ നിർത്താൻ ഞാൻ പോകുകയാണ്, സൗദിയെയും ഖത്തറിനെയും ഒക്കെ ഞാനാണ് നിർണ്ണയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്ന വർത്തമാന, ഒന്നിക്കലിഞ്ഞ് ഭ്രാന്താണോ എന്ന് പറയില്ല കേട്ടോ. അതാണെങ്കിൽ പിന്നെ നമ്മൾ കഴിച്ചില്ല. എനിക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനത്തെ ചില ഭ്രാന്തന്മാരൊക്കെ ലോകത്തുണ്ടാണത് നല്ലതാണെന്ന്. കാരണം ഇസ്രായേലിന്റെ കഥ തീർക്കാനോ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം തീരുമാനിച്ച് മർമ്മം നോക്കി അടിക്കാൻ നിൽക്കുന്ന ഒരാളെന്ന് വന്നാൽ ഇസ്രായേലിനെ തൊടാൻ പറ്റൂല. ഇയാൾക്ക് വല്ല ഭ്രാന്ത് മാനസികവും വന്നിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിനെയും കയറി അടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ആ ഭ്രാന്ത് അനുഗ്രഹിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ല, വളരെ മലീമസമായ രീതിയിൽ അയാളും അയാളുടെ മനസ്സിനെ പ്രകടിപ്പിക്കുന്നുണ്ട്. മഹമ്മൂദ് ഹംദാനി വരുമ്പോഴേക്കും അയാൾക്ക് പേടി തുടങ്ങുകയാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജിഹാദിയാണ് വരുന്നത്, ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജിഹാദിയാണ് വരുന്നത്. അവനെ പറയാനറിയില്ല, അവന്റെ മുഖത്തിന് സൗന്ദര്യമില്ല, അവന്റെ ഭാഷ സുന്ദരമല്ല, അവനെ ലോകത്തിന് പറ്റുന്ന ആളല്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇസ്ലാമും കമ്മ്യൂണിസവും ഫാസിസത്തിന്റെയും സയണിസത്തിന്റെയും കടന്നാക്രമണങ്ങൾക്ക് ലോകത്ത്. കേരളത്തിലേക്ക് വാ നിങ്ങൾ. പിണറായി 1ാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാ കാളികാവിൽ കൊടുന്നിട്ട് 2 വെടിവെച്ചിട്ട് അറിയോ നിങ്ങൾ? മാവോയിസ്റ്റ് മലപ്പുറം ജില്ലയിൽ എന്ത് മാവോയിസ്റ്റാ? എവിടെയാണ് മാവോയിസ്റ്റ് ഉള്ളത്? ഒന്ന് മലപ്പുറത്തെ, രണ്ടാമത്തത് കമ്മ്യൂണിസത്തെ ഒരേ സമയം നിഴൽ യുദ്ധം നടത്തി തോൽപ്പിക്കാൻ സംഘപരിവാരത്തിന്റെ റിമോട്ട് കൺട്രോൾ സെല്ലുകൾ, ഉദ്യോഗസ്ഥന്മാർ. അജിത് കുമാറൊക്കെ അല്ലേ ഇന്ന്? അജിത് കുമാർ ഒന്നുമില്ലേ നമ്മളെടുത്ത്? സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ട്രാക്ടറിൽ കയറി ശബരിമല പോവുക, അതുപോലെ തന്നെ മാലാഖ ഇറങ്ങി വരുന്നത് പോലെ മൂപ്പര് തൃശ്ശൂരിൽ വരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെങ്കിലും ഒരു പരിക്കും പറ്റണില്ല. അയാൾ നമ്മുടെ സുജിത് കുമാർ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ മലപ്പുറം ജില്ലാ SP സുജിത് കുമാർ, ഡബിൾ എഞ്ചിൻ. അതായത് ആദ്യം 8000 കേസാണെങ്കിൽ അയാൾ വന്നപ്പോൾ 20,000 കേസാ. മലപ്പുറം ജില്ലക്ക് സ്കൂളില്ല, കോളേജില്ല, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജില്ല, ഒരു സാധനമില്ല. ആകെ തരുന്നത് എന്താ? നല്ല ക്രിമിനലുകളുണ്ട്, കേസുകളുണ്ട്, കണ്ടമാനം കേസിന്റെ വർധനവുകള്, ടാൻസാവും, സ്വർണ്ണക്കടത്തും, മയക്കുമരുന്ന് വേറെ നമ്മൾ പഠിക്കണം, വളരെ മാരകമായിട്ട് പഠിക്കേണ്ട ഒരു സംഘപരിവാരവും അതുപോലെ തന്നെ പോലീസിലെ സംഘപരിവാർ സെല്ലുകളും ഒരുമിച്ച് ചേർക്കുന്ന കച്ചവടമാണോ ഈ കേരളത്തിൽ ഒടുങ്ങി? ഞാൻ വെറുതെ പറയുന്നുമല്ല. കാരണം നിങ്ങൾ ഇപ്പോ നമ്മുടെ ഗസ പ്രശ്നങ്ങൾ കഴിഞ്ഞല്ലോ, തൂഫാനുൽ അഖ്സ, ഇപ്പോഴും ഇസ്രായേൽ തോറ്റെടുക്കുക തന്നെയാണ്. കൊല്ലുന്നുണ്ട്, പട്ടിണിക്കിടുന്നുണ്ട് എന്നല്ലാതെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാരറ്റ്സ് എന്ന് പറയുന്ന പത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എഴുതിയ, യഹൂദനായ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എഴുതിയ ലേഖനം വന്നിരുന്നു ഹാരറ്റ്സിൽ. അദ്ദേഹം അവർ കൊല്ലം പൂർത്തിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജയിച്ചത് ഗസയാണ്, അവര് രാജ്യസ്നേഹികളാണ്, അവരെ നമുക്ക് തൊടാൻ പറ്റിയിട്ടില്ല. നമ്മൾക്ക് രാജ്യസ്നേഹം ഇല്ലാത്തത് കൊണ്ട് ഇറാന്റെ മിസൈൽ വന്നപ്പോഴും തൂഫാനുൽ അഖ്സയിലെ മിസൈൽ വന്നപ്പോഴും ഒക്കെ അവരും ചെയ്തു. യഹൂദന്മാർ എന്ത് ചെയ്തു? ട്രിപ്പിൾ പൗരത്വമുള്ളത് കൊണ്ട് പല നാടുകളിലേക്കും തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരക്കം പായിരുന്നു. പക്ഷെ ഗസ പോകുന്നില്ല. ഇത് ഹിജ്റയുടെ മാസമാണ്. ഹിജ്റ ഇല്ല ഗസക്കാർക്ക്. അവർ ഹിജ്റ പോകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്, ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്, ഈജിപ്ത് ആഗ്രഹിക്കുന്നുണ്ട്, അറബ് രാജാക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഹിജ്റയല്ല വേണ്ടത്.
ഹിജറയില്ലാത്ത ഹിജറയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് അവര്. ഈ ഹാരിസന്റെ ആട് പറഞ്ഞു അവര് പോകുന്നില്ല, അവര് പോയിട്ടില്ല. നമ്മൾ പോയി ഭയപ്പെട്ടിട്ട് അതിന്റെ നേതാക്കന്മാർ മുതൽ കുട്ടികളടക്കം രക്തസാക്ഷിത്വം വരിച്ച് അത്യുജ്വലമായ സമരത്തിന്റെ, ദേശസ്നേഹത്തിന്റെയും ആദർശ സ്നേഹത്തിന്റെയും മണ്ണിനോടും മനുഷ്യരോടുമുള്ള കൂറിന്റെയും പോരാട്ടത്തിന്റെ വീര്യങ്ങൾ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ അവസാനത്തിൽ പോകാനുണ്ട്. പക്ഷേ ഗസയെയും വെസ്റ്റ് ബാങ്കിനെയൊക്കെ തകർക്കാൻ നമ്മൾ നടത്തിയ ചില പണികളുണ്ട്, നമ്മൾ നടത്തിയ അപകടകരമായ ചില പണികളുണ്ട്. ആ പണികൾ എന്താ? ഒന്ന് മയക്കുമരുന്ന്. ഗസയിലെ നിങ്ങൾ ഏജാസ് സിൻവാറിന്റെ നോവലൊക്കെ പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കണമൊക്കെ നല്ലതാ. അതിന്റെ അധ്യായങ്ങളിൽ അത്തരം ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഗസയിലും ഫലസ്തീനിലുമുള്ള ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ ഇസ്രായേൽ വളരെ കൃത്യമായി നടത്തിയ അണ്ടർഗ്രൗണ്ട് പ്രോഗ്രാം, മയക്കുമരുന്നിന്റെ സുഭിക്ഷമായ ഗുണനം, ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള, പ്രണയം അടക്കമുള്ള. അതുകൊണ്ട് ഇപ്പൊ CPM ഇപ്പൊ കളിക്കുന്ന കളി കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. സിയോണിസ്റ്റ്, ഫാസിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് അജണ്ടയിൽ ഈ കുടുങ്ങിക്കൊടുത്തുകൊണ്ടുള്ള കളികൾ, അണ്ടർഗ്രൗണ്ട് ഡീലുകൾ കേരളത്തിന്റെ അകത്തളങ്ങളിൽ നടത്താൻ CPM ഒന്നുകിൽ അവർക്ക് എന്തില്ല, ആരുടെയൊക്കെ ഉപകരണമായിട്ട് അവർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആയുധം നഷ്ടപ്പെട്ട ആദർശവും ആശയവും അതുപോലെ തന്നെ ദർശനങ്ങളിലും പ്രയോഗങ്ങളിലും ഒക്കെ ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ട ഗതികെട്ട ഒരു കാലത്ത് ഒന്നും ചെയ്യാനില്ലാത്ത മയക്കുമരുന്നും ജനറൽ ന്യൂട്രാലിറ്റിയും പ്രണയവും ഒക്കെ വിതച്ച് പുതിയ തലമുറയെ ഈയാമ്പാറ്റകളെ പോലെ അതിൽ കൊണ്ടുവന്നുകൊണ്ട്, ബാക്കി നിങ്ങള് അദാനിയുടെ സൂറത്ത് തുറമുഖത്തില്, മുദ്ര തുറമുഖത്തിലോ ഏഷ്യയിലെ ഏറ്റവും നമ്പർ 1 മയക്കുമരുന്ന് കടത്തായിരുന്നു. അത് കോടികൾ മുടങ്ങുന്ന. എവിടെ പോയി, ആര് കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു, എവിടെയാണ് ഇത് വിതരണം ചെയ്യപ്പെട്ടത്? ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ വലിയ കേസുകൾ, ചെറുപ്പക്കാര് എല്ലാതരം കേസുകളുണ്ട്. തീവ്രവാദവും ഭീകരവാദവും അതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത കേസുകളിൽ കെണിവെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു. സംഘപരിവാരത്തിന്റെ സെല്ലുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലീസുകാർ വളരെ സമർത്ഥമായി മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കാളികാവിലും, ശരിക്കും അങ്ങനെ വല്ല മാവോയിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടേണ്ടത് ആലപ്പുഴയിലും ഇടുക്കിയിലും അവിടേക്കുള്ള മാർക്സിസത്തിന് സ്വാധീനമുള്ളത്. ഇത് മലപ്പുറം ജില്ലയിലും വയനാട്ടിലും കൊടുത്തിട്ടാണ് പൊട്ടിക്കുന്നത്. എന്തിനായിരുന്നു ഇത്? യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വരുതിയിലാക്കാൻ, പിണറായിയെ വരുതിയിലാക്കാൻ, പിണറായിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുരുക്കിൽ വീഴ്ത്താൻ. ഇപ്പോഴും ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഇടനാടി, നക്സലൈറ്റ് ഇടനാടി എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുതൽ ബംഗാൾ വരെയുള്ള ദണ്ഡകാരുണ്യ മലനിരകളെയും പ്രദേശങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ആ അമിത് ഷാ ഇടക്കിടക്ക് വെടിപൊട്ടിക്കും. അർബൻ നക്സലൈറ്റുകൾ, ആ നക്സലൈറ്റുകൾ എന്ന പ്രയോഗം, മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രയോഗം കൃത്യമായി കൊള്ളിക്കുന്ന അങ്ങനെ ഒരു സാധനത്തിലൊന്നും അല്ല. അവർ നടത്തുന്ന സമരങ്ങൾക്ക് അജണ്ട വേറുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. മറിച്ച് കേരളത്തിൽ അധികാരത്തിലുള്ള CPM-നെ വരച്ച വരയിൽ നിർത്താൻ. ഇനി അതങ്ങോട്ട് ഒരേ സമയം കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെയും എതിരാളികളായി കണ്ടുകൊണ്ട് സംഘപരിവാരവും സിയോണിസവും ക്യാപിറ്റലിസവും ഒക്കെ ഒരേ സ്വഭാവത്തിൽ അതിൻ്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കുമ്പോഴാണ് നേരത്തെ യൂസുഫ് സാഹിബൊക്കെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തിയിട്ട് നിഴൽ യുദ്ധം നടത്താൻ. ക്യാപിറ്റലിസത്തിനോട് പോരാട്ടമില്ല, ഫാസിസത്തോട് പോരാട്ടമില്ല, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുകളുമില്ല. ഒക്കെ വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയും, കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയാണ്. നിലമ്പൂർ ഇലക്ഷൻ വന്നു. നിലമ്പൂർ ഇലക്ഷന്റെ ഉദ്ഘാടനം എങ്ങനെയായിരുന്നു? അത് ആദ്യം നിർവഹിച്ച വെള്ളാപ്പള്ളി നടേശനാണ്. നവോത്ഥാന നായകനാണ് കേട്ടോ അദ്ദേഹം. നവോത്ഥാന നായകൻ എന്താ പറയുക? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വക്കം മൗലവി, പൊയ്കയിൽ അപ്പച്ചൻ, ഇങ്ങനെ ഒരു നിരയുണ്ട്. കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വങ്ങൾ, വളരെ പ്രാധാന്യമുള്ള മഹത് വ്യക്തിത്വങ്ങളാണ്. ശ്രീനാരായണ ഗുരു, വെള്ളാപ്പള്ളി നടേശനെ ഇവിടെ മറ്റേ സുകുമാർ അഴീക്കോട് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ എന്താണ് ഇപ്പോ എല്ലാ പോസ്റ്ററിലും നാരായണ ഗുരു ചൊരുതും വെള്ളാപ്പള്ളി നടേശം ഭയങ്കരാണല്ലോ എന്ന്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞ് ആനനെ വലക്കണ വലുപ്പത്തിൽ തന്നെയാണ് കൊതുകിനും ചിത്രം വരക്കുമ്പോൾ വരക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിത്രം വരക്കുമ്പോൾ ആനന്റെയും കൊതുകിന്റെ ചിത്രം ഒരേപോലെയുള്ള നമ്മളെ പാഠപുസ്തകത്തിലൊക്കെ കാണുക. അല്ല ആന ആയതുകൊണ്ട് വലുതും കൊതുകായതുകൊണ്ട് ചെറുതും അല്ല. ആനന്റെ ചിത്രപ്പുറത്തും കൊതുകിന്റെ ചിത്രപ്പുറത്തും കാണാൻ വലുത്. നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ, സുകുമാർ അഴീക്കോട് പറഞ്ഞ വർത്താന SNDP പ്രസ്ഥാനവുമായി എന്ത് ബന്ധമാണ് അയാൾക്കുള്ളത്? സംഘപരിവാരത്തിന്റെയും CPM-ന്റെയും
കാലിൽ തോണിയിൽ കാലിട്ടിട്ട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനത്തെ സംഘപരിവാരത്തിന്റെ അടുക്കളയിലേക്ക് കറിവെക്കാൻ വിളമ്പിക്കൊടുക്കുന്നതിന്റെ മുഖ്യ കഥാപാത്രമായി SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വം കടന്നു വന്നിട്ട് എന്തൊക്കെ അയാൾ വന്നിട്ടാണ് ആദ്യം പറഞ്ഞു, മലപ്പുറം ജില്ലയില് SNDPക്കാര് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് സ്കൂളില്ല, കോളേജില്ല, ഉടുക്കാനില്ല, ഉറങ്ങാനില്ല. അയാൾ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാത്തൊരു ഷാദ് ശുദ്ധ പ്രചരണമാണെന്ന്. പക്ഷേ നിലമ്പൂരിലെ ഇലക്ഷന്റെ പ്രചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു അണ്ടർഗ്രൗണ്ട് ഡീൽ അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശൻ അന്ന് നിലമ്പൂരിൽ നടത്തിയത്. സമാപിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ലോ? കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യുലർ പ്രസ്ഥാനമായ CPMന്റെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി വന്നിട്ട് അന്ന് പത്രസമ്മേളനം നടത്തി. ഞങ്ങളും RSSും തമ്മിൽ പഴയ കാലം മുതൽ ഡീലുകൾ നടത്തിയിട്ടുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ RSSന്റെ സംവിധാനങ്ങളുള്ള നിലമ്പൂരിലെ ഈ വർഗീയവാദികളുടെ വോട്ട് സ്വന്തം പെട്ടിയിലെത്തിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി തുടക്കം കുറിച്ച് നമ്മളുടെ അദ്ദേഹം സമാപനം കുറിച്ച ഇലക്ഷൻ പ്രചരണമുണ്ട്. വന്നത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, അത്യാവശ്യം വൃത്തിയുള്ള ഭാഷയിലൊക്കെ സംസാരിക്കുന്ന, ഇസ്തിരിയിട്ട ഭാഷയിലേക്ക് സംസാരിക്കുന്ന സ്വരാജ്. പക്ഷെ ജനങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല. വളരെ മനോഹരമായിട്ട് സ്വരാജിനെ കൈകാര്യം ചെയ്തു. കിടക്കട്ടെ പ്രശ്നങ്ങൾ മുഴുവൻ. ഇത് ആ ഇലക്ഷൻ മാത്രമല്ല, അതിൻ്റെ തൊട്ടുമുള്ള എല്ലാ ഇലക്ഷനും നമുക്കറിയാം. പാലക്കാട് നടന്നു, അതുപോലെ തന്നെ വയനാട്ടിൽ നടന്നു. പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പെടും, രാഹുൽ ഗാന്ധി ജയിച്ചപ്പെടും, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പെടും. ഒക്കെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന അതേ പാറ്റേണിൽ വർഗീയവാദികളുടെയും സാമുദായികവാദികളുടെയും ജാതിവാദികളുടെയും മതമൗലികവാദികളുടെയും ഒക്കെ വോട്ട് വാങ്ങിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാ? മുസ്ലിമാ? രാഹുൽ ഗാന്ധി മുസ്ലിമാ? ബ്രാഹ്മണനാണ്, പണ്ഡിറ്റാണ്, അതുപോലെ തന്നെ അമ്മ ക്രിസ്ത്യാനിയാണ്. വളരെ ഇസ്ലാമായിട്ട് എന്താണെങ്കിലും അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു അദ്ദേഹത്തിന്റെ സഹോദരിയും അങ്ങനെ തന്നെയാണ്. ആ സഹോദരി ജയിച്ചപ്പോൾ അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് വോട്ട് ചെയ്താലും ഭയങ്കര പ്രശ്നം. CPMന് എന്ത് രസതന്ത്രമാണ്, എന്ത് അവതരണമാണ്, എന്താണ് ഇതിന്റെ ചേരുംപടി എന്ന് നമുക്ക് മനസ്സിലാവില്ല. അവിടെ വയനാട്ടിലും മലപ്പുറത്തും പാലക്കാടുമുള്ള ഈ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ആരാ നിങ്ങൾക്കറിയില്ലേ? ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ ഷൗക്കത്തിനൊക്കെ CPM അത് ഒരു വെടിക്കപ്പുറപ്പുറമൊക്കെ അവതരിപ്പിക്കലുണ്ട്. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. നമ്മൾ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മുസ്ലിം പ്രസ്ഥാനങ്ങളൊന്നും ഇപ്പോൾ അതൊന്നുമല്ല നോക്കുന്നത്. ഈ രാജ്യത്ത് സംഘപരിവാരം ഏകപക്ഷീയമായി തേരോട്ടം നടത്തി ഏറ്റവും സമാധാനമുള്ള കേരളത്തെ അടക്കം ദുരിതഭൂമിയാക്കി മാറ്റുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ നിന്നുകൊടുക്കാതിരിക്കാനും തടയിടാനും വേണ്ടിയുള്ള കൃത്യമായ നീക്കങ്ങൾ നടത്തണമെന്ന് മുസ്ലിം സംഘടനകളും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ഒക്കെ വളരെ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംഘപരിവാരത്തിന് വിളമ്പാനും പാചകം ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് പ്രശ്നം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2019 ജമാഅത്തെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തു. അന്ന് മുതലാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമി തൊട്ടുകൂടാത്ത പ്രശ്നമാണ്, കണ്ടുകൂടാത്ത പ്രശ്നമാണ്, അയിത്തമുള്ള പ്രസ്ഥാനമാണ്, തീണ്ടാരി പ്രസ്ഥാനമാണ്, അടുക്കാൻ പറ്റാത്ത പ്രസ്ഥാനമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോലും നമുക്ക് യഥാർത്ഥത്തിൽ നേരത്തെ അവിടെ പറഞ്ഞു CPMന് സുഗമമായിട്ട് വന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ കാലത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും പ്രസംഗത്തിലും പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ഉണ്ടയില്ല വെടി പൊട്ടിക്കുക എന്നല്ലാതെ വ്യക്തിപരമായ സംസാരങ്ങൾ, വ്യക്തിപരമായ വർത്തമാനങ്ങൾ, വ്യക്തിപരമായ പങ്കുവെക്കലുകൾ. നമ്മുടെ ധൈര്യം അതാണല്ലോ. നമ്മുടെ അയൽപക്കത്ത് നരേന്ദ്രമോദി താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോവും. ഇപ്പോൾ പ്രബോധനുണ്ട്, അതുമായിട്ട് നമ്മൾ കയറി ചെല്ലും. നമുക്കെന്താ പ്രശ്നം? നമ്മുടെ അയൽപക്കത്ത് ആര് താമസിക്കുകയാണെങ്കിലും അത്തരം ഒരു അകത്തളങ്ങളിലാണ്, അത്തരം ഒരു നിഷ്കളങ്കതയിലും നിർമ്മലതയിലുമാണ് നമ്മുടെ ആശയങ്ങളും സംവിധാനം. നമ്മളെ കയ്യിലുള്ളത് ഒരാളോട് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ അത് ഒരാളടുത്ത് കയറി ചെല്ലാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്കൊക്കെ ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ പറ്റും. കാരണം കൊല്ലാനില്ല, തല്ലാനില്ല, നശിപ്പിക്കാനില്ല, അണ്ടർഗ്രൗണ്ട് അജണ്ടകളില്ല, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിമോട്ട് പ്രോഗ്രാമുകളില്ല. ഉള്ളത് നേർക്ക് നേരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്കയിൽ നമ്മൾ വിളിച്ചിട്ട് പോലെ വരായിട്ടാണ് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോരി നമ്മുടെ യോഗത്തിലൊന്ന് പങ്കെടുത്ത് നോക്കിയും എത്ര ആളെ വിളിക്കുന്നുണ്ട്. ലീഗുകാരനും CPMകാരനും കോൺഗ്രസ്സുകാരനൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വന്നോ, ആകെ വന്നാൽ മതിയല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ കേഡർ എന്ന് പറയുന്നത് ഈ ആഴ്ചയിൽ നടക്കണ യോഗ. അവിടെ നടക്കുമ്പോൾ ആ യോഗയിൽ നിങ്ങളൊന്ന് ആ യോഗത്തിൽ യോഗയല്ല കേട്ടോ, യോഗ വേറെ സാധനമാണ്. അതിന് നമ്മൾ വേറെ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യണം. എല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഈ യോഗത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജമാഅത്തെ ഇസ്ലാം. പക്ഷെ വരില്ല, വന്നാൽ ഇവർക്കറിയാം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചാൽ കുടുങ്ങും, നല്ല ചിരി ചിരിക്കും, പിന്നെ കയ്യ് പിടിക്കും, പിന്നെ ചേർത്ത് പിടിക്കും. ഉപ്പാക്കെങ്ങനെ, അച്ഛനെങ്ങനെ, നിങ്ങൾ പഠിക്കണില്ലേ, അതുപോലെ തന്നെ പ്രശ്നമുണ്ടോ, അമ്മയുടെ രോഗമൊക്കെ എന്തായി, അങ്ങനെ ചോദിച്ച് ചോദിച്ച് പുഞ്ചിരിയുടെ ജിഹാദ്, പുസ്തകത്തിന്റെ ജിഹാദ്, സംഭാഷണത്തിന്റെ ജിഹാദ്,
സാഹോദര്യത്തിന്റെ ജിഹാദ്, സംവാദത്തിന്റെ ജിഹാദ്, അങ്ങനെ പ്രബോധനത്തിന്റെ ജിഹാദ് ഒക്കെ കൂടി തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ വാരി വലിച്ചു കെട്ടി ഈ ഭീകര പ്രസ്ഥാനം തൊണ്ട തൊടാതെ വിഴുങ്ങും. എന്റെ പ്രിയപ്പെട്ട CPM സുഹൃത്തുക്കളെ, ഈ മതസംഘടനകളുടെ പൗരോഹിത്യങ്ങൾ ചെന്ന് ചാടിയതുപോലുള്ള അവിടെ കുറെ തർക്കം. മിണ്ടരുത്, വാതിൽ തുറക്കരുത്, വായിക്കരുത്, കൊടുക്കരുത്, പറയരുത്, എടുക്കരുത്, തടുക്കുക മാത്രം ചെയ്താൽ മതി, വരരുത്. പേടിയാണ് മതസംഘടനകൾക്കൊക്കെ. എന്നിട്ട് ഇപ്പൊ അവസാനം CPM മറ്റേ റോട്ടിൽ കടന്ന് അപകടം പറ്റുമോ കരയുടെ മാതിരി സുന്നികളെ വരൂ, മുസ്ലിം ലീഗുകാരെ വരൂ, മുജാഹിദുകളെ വരൂ, അതുപോലെ തന്നെ തബ്ലീഗുകാരെ വരൂ, നിങ്ങളൊക്കെ ചീത്ത പറഞ്ഞ ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തൊരു ഗതികേടാണ് CPM-ൻ്റെത്. സ്വന്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിൽ നിന്ന് അതിനോട് സംസാരിക്കാനും അവതരിപ്പിക്കാനുമുള്ള ധൈര്യം പോലും ഇല്ലാതെ മുസ്ലിം സംഘടനകളുടെ ദൗർബല്യങ്ങളുടെ അകത്തളങ്ങളിലേക്ക് നുടഞ്ഞും ഇടഞ്ഞും കയറി ചെന്ന് ക്യാപിറ്റലിസവും ഫാസിസവും സയനിസവും ഭയറ്റുന്ന അതേ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് സമുദായത്തിലെ സംഘടനകളെ തമ്മിലടിപ്പിച്ച് അതിനെ നശിപ്പിച്ച് അതിനെ വിലക്കെടുക്കാൻ പറ്റുന്ന വ്യക്തികളെയും ആളുകളെയും ഒക്കെ പ്രത്യേകമായിട്ട് തുരന്ന് കയറി അകത്ത് ചെന്ന് വളരെ അപകടകരമായ കളികൾ CPM-നോട്. എന്നാലും മുസ്ലിം സംഘടനകൾ അതിൽ വീണിട്ടില്ല കേട്ടോ, ഒരു മുസ്ലിം സംഘടന വീണില്ല. അവസാനം നിലമ്പൂർ ഇലക്ഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പരമാവധി CPM അത്തരം അണ്ടർഗ്രൗണ്ട് പ്രൊജക്ടുകളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മലയാളി സമൂഹം അതിനേക്കാൾ നന്നായി. ഞാൻ പറഞ്ഞത് 2019 ഇലക്ഷനും ഒക്കെ കൂടി വന്നതോടുകൂടെ അന്ന് നമ്മുടെ വോട്ട് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വോട്ട്, അവർ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ വശങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. നമുക്കിപ്പോൾ അവർ ഇരകളാണ്. ഇസ്ലാമിനേക്കാൾ ഗതികേടിലാണ് അവർ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ നിരാശയിലും ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമൊന്നുമില്ല, അതിജീവിക്കും, അഭിമുഖീകരിക്കും, മുന്നോട്ട് പോകും. ഇതിൻ്റെ ഇത്തരം ങ്ങളും അതിന്റെ പാരമ്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രയോഗങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ആരും പൂവിട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. അധികാരത്തിന്റെ അകത്തളങ്ങളിൽ എല്ലാ അകമ്പടിയോടുകൂടി വാണ പ്രസ്ഥാനമൊന്നുമല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി. തുടങ്ങിയ നിമിഷം മുതൽ ഈ കാലഘട്ടം വരെ ചെറിയ സംഘാണ്, പക്ഷേ അത് കരുത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഓരോ പ്രവർത്തകനും അതിന്റെ ബഹുമുഖ സംവിധാനങ്ങളും സത്യസന്ധതയും നീതിബോധവും മാനവികതയും മനുഷ്യത്വവും ദൈവികതയും മാനുഷിക ഗുണങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരാൾക്കും ഇതിനെ തൊടാൻ കഴിയില്ല. നിങ്ങൾക്കും തൊടാൻ കഴിയില്ല ജമാഅത്തെ ഇസ്ലാമിയെ. നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളം കുടിപ്പിക്കാനും പല രീതിയിൽ ഞങ്ങളെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്നിട്ട് ഞങ്ങളെ നേർക്ക് നേരെ അറിയാത്ത ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും ജമാഅത്തെ ഇസ്ലാമിയെ. കാരണം നമുക്ക് കേൾക്കണല്ലോ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇതാണ് ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുമായി അടുത്തിടപഴകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ആ യുദ്ധത്തിൽ നിങ്ങൾ തോറ്റു. നിങ്ങളോട് പറയാനുള്ളത്, ഈ സംഘപരിവാരം നിങ്ങളെ തന്നെ ഇന്ത്യയിൽ മൊത്തം ബംഗാളും ത്രിപുരയും നാഗാലാൻഡും മഹാരാഷ്ട്രയും ആന്ധ്രയും ബീഹാറും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അവസാനം ഈ കൊച്ചു സംസ്ഥാനവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുന്നതിൻ്റെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ തമാശക്ക് പറയലുണ്ട്, ഈ ചിലവർക്ക് ഈ എന്താ പറയാ മദ്യപാനികളൊക്കെ ഉണ്ടല്ലോ, കുടിച്ച് കുടി നിർത്തണം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അവൻ കിട്ടുന്നത് എന്ത് വിറ്റിട്ടും കുടിക്കും. കുട്ടിയുടെ ചെരുപ്പും അതുപോലെ തന്നെ അവിടെയുള്ള ബാഗും പെണ്ണുങ്ങളുടെ കമ്മലും വളയൊക്കെ എടുത്തിട്ട്, കാരണം കുടിക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നതുപോലെ അധികാരത്തിന്റെ ആലസ്യവും ആർഭാടവും അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ തണലും. ചിലപ്പോൾ നമുക്ക് തോന്നും CPM-ഉം കേരളത്തിൽ RSS പയറ്റിയതുപോലെ വളരെ മാരകമായ അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സ്, അധികാരത്തിന്റെ തണലിൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന ഗതികേടിലേക്ക് പ്രസ്ഥാനങ്ങൾ എത്തിപ്പെടുന്നതോടുകൂടിയുള്ള ജീർണതയുടെയും തളർച്ചയുടെയും തകർച്ചയുടെയും ലക്ഷണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഈ കളിയിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, അതുപോലെ തന്നെ പഞ്ചാബിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഉള്ളിടത്തൊക്കെ ഇപ്പോഴും കുറച്ചുകൂടി കരുത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം, അതുണ്ടായിരുന്നിടത്ത് എന്താണ് അതിന് സംഭവിച്ചത്, എന്താണ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ വിരീതമായിട്ട് നമുക്ക് പറയാനുള്ളത്, കേരളത്തെ കുരുതി കൊടുക്കുന്ന, കേരളത്തെ അടിയറ വെക്കുന്ന സംഘപരിവാരത്തിന്റെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് ഈ 26 ഇലക്ഷൻ RSS-ന്റെ ഡീലിനെ കുറിച്ച് ഇനി ഇത് കച്ചവടം നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ ഇപ്പം നമ്മൾ ആളൊന്നുമില്ല. പക്ഷെ ചില പണിയൊക്കെ കണ്ടാൽ അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തി. RSS-ന്റെ അജണ്ട ഉണ്ട്, കോൺഗ്രസ് വരരുത്,
കോൺഗ്രസ് വരരുത്, ഇന്ത്യയിൽ എവിടെയും വരരുത്, നായി തൊട്ട കലം പോലെ അതിനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് വെക്കണം. കോൺഗ്രസിന് പറ്റിയ അതേ അടിയാണ് ഇവർ കേൾക്കാൻ പോണത് കേട്ടോ. കോൺഗ്രസ് കളിച്ച ആദ്യത്തെ കളി ഉണ്ടല്ലോ, സംഘപരിവാരത്തിന്റെ എല്ലാ വൈറസുകളും കയറിയത് കോൺഗ്രസിന്റെ ശരീരത്തിലൂടെ ആയിരുന്നു. കോൺഗ്രസ് ഇപ്പൊ അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിന്നിനെയും ഭൂതത്തെയൊക്കെ ഇറക്കണ പോലെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, പോണവരൊക്കെ അങ്ങോട്ട് പോയിക്കോ, ആ കേടുള്ളവരൊക്കെ അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് അവിടെ പോയി പണിയെടുത്തോ. എന്തിനാണ് ഇവിടെ നിന്നിട്ട്? ശശി തരൂരിന്റെ ശരീരത്തിലൊക്കെ ആ സാധനം ഉണ്ട്, അത് വേറെ സാധനമാണ്. അത് എവിടെ നിന്നാണ് വന്നത്, എന്താണ് വന്നത്? അണ്ടർ സെക്രട്ടറി ആയിരുന്നു യുണൈറ്റഡ് നാഷനിലെ. എവിടെങ്കിലും വെച്ചിട്ട് സംഘപരിവാരത്തെ തീക്ഷ്ണമായിട്ട് വിശകലനം ചെയ്യുന്ന, അതേസമയം നെഹ്റുവിനെയും ഗാന്ധിയെയും കോൺഗ്രസിനെയൊക്കെ നന്നായിട്ട് ഇയാൾ എഴുതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നവരൊക്കെ ഇപ്പൊ ഇന്ന് ഇറങ്ങി. പക്ഷെ അതിന്റെ ഒരു ഘട്ടം ആ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശരീരത്തിലും കോൺഗ്രസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും വളരെ സമർത്ഥമായി വൈറസ് കയറി ബാക്ടീരിയ കയറി പിടിമുറക്കുന്നത് പോലെ കോൺഗ്രസിനെ നിലംപരിശാക്കിയ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പം അതിന് തടി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പണിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കോൺഗ്രസ് അന്ന് പഠിച്ച പണിയൊക്കെ പഠിച്ചത് മൃദു ഹിന്ദുത്വം, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന, എന്നിട്ട് വല്ല കാര്യം കോൺഗ്രസിന് കിട്ടിയോ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാം. കോൺഗ്രസിന് ഇപ്പോഴും നല്ല വോട്ടർമാരുണ്ട്, ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ EVM മെഷീൻ ഒന്ന് എടുത്ത് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് ജയിക്കും. ഇന്ത്യയിലെ പൊതുസമൂഹം വളരെ ശക്തമായി ആ ഒരു മെഷീൻ ഒന്ന് എടുത്തു വെച്ചിട്ട് കടലാസിലൊന്ന് വോട്ട് ചെയ്ത് സത്യസന്ധമായി പ്രക്രിയ നടക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇറക്കി വന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ പരീക്ഷണം കേരളത്തിൽ നടത്താനാണ് വെള്ളാപ്പള്ളി നടേശൻ മുതൽ മറ്റെല്ലാ സംവിധാനങ്ങളെയും വെച്ചുകൊണ്ട് CPM പാലം കിടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കളിയിൽ ഓൽക്ക് നിഴൽ യുദ്ധം നടത്താനുള്ള ഒരു സാധനമായിട്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കളിയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയല്ല പ്രശ്നം. നേരത്തെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളോടും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെയാണ് പ്രശ്നം. ഇസ്ലാമിനെയാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്, സയനിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്, ഫാസിസത്തിന്റെ പ്രശ്നം ഇസ്ലാമാണ്. അതേ ആ ധാരയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനുമാണ് CPM സമയമെടുക്കുന്നതെങ്കിൽ, നിങ്ങളും അതേ കൂടാരത്തിലേക്ക് കയറി ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാം വിരുദ്ധ ശക്തികൾ, അതല്ല മറുഭാഗത്ത് സത്യസന്ധവും നീതിപൂർവകമായ വായനകളും പഠനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും എന്താണ് അവതരിപ്പിക്കുന്നത് എന്ന് പഠിക്കാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ, അതിലേക്ക് പോകേണ്ടുന്ന അവസാനത്തെ സന്ദർഭങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വിനീതമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട്, മലപ്പുറം ജില്ല അടക്കമുള്ള, മലബാർ അടക്കമുള്ള, കേരളം അടക്കമുള്ള അതിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കേരളത്തെ വർഗീയ ഫാസിസത്തിന്റെ കീഴിലൊതുക്കാനുള്ള അണ്ടർഗ്രൗണ്ട് പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി സത്യസന്ധവും നീതിബോധവും ധാർമ്മികതയും മൂല്യബോധവുമുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് വിമർശനങ്ങളും വിലയിരുത്തലുകളും വിശകലനങ്ങളും കൊടുക്കലും എടുക്കലും വാങ്ങലും ഒക്കെ നടത്താൻ സത്യസന്ധമായി നമ്മൾ രംഗത്ത് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ. മറ്റൊരു ഭാഗമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിൽ പറഞ്ഞല്ലോ, ഇന്നഹു ഫക്കറ വഖദ്ദറ. വലീദ് മുഗീറയെ കുറിച്ച് പറഞ്ഞതാണ് ഖുർആൻ. അത് ഓൻ കാര്യമായിട്ട് ആലോചിച്ചു, ഭയങ്കരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. CPM ആസൂത്രണം, ജമാഅത്തെ ഇസ്ലാമിയോട് നിഴൽ യുദ്ധം നടത്താൻ എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒക്കെ അവർ ഒരുക്കി കൊടുക്കുന്നു. ഫഖുതല കൈഫ ഖദ്ദർ. നശിക്കട്ടെ ഇവര് എന്താണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുമ്മ ഖുതല കൈഫ ഖദ്ദർ സുമ്മ നദറ സുമ്മ അബസ വബസറ സുമ്മ അദ്ബറ വസ്തക്ബർ. അഹങ്കാരവും തൻപോരിമയും അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങളും ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് ധിക്കാരവും ചെയ്യാനാണ് ഇവർ തീരുമാനിച്ചതെങ്കിൽ അവനെ ഞാൻ കയറ്റും, അവനെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിക്കും. സനസിംഹു അലൽ ഖുർതൂം. അവരുടെ തുമ്പിക്കയ്യിനെ ഞാൻ ആണിവെക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറ ഖലമിലും ഒക്കെ പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനവുമായിട്ടുള്ള ഈ കളിയിൽ കാപട്യവും കള്ളത്തരവും ചതിയും വഞ്ചനയും അണ്ടർഗ്രൗണ്ട് പ്രൊജക്റ്റുമാണ് നിങ്ങൾ പ്രയോഗിക്കുന്നതെങ്കിൽ, അല്ല നിഷ്കളങ്കതയും സത്യസന്ധതയും അറിവില്ലായ്മയുമാണെങ്കിൽ, അതിൻ്റെ നല്ല ഗുണങ്ങൾ നിഷ്കളങ്കത ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയും. കാപട്യവും കള്ളത്തരവുമാണെങ്കിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ വലിയ പരാജയങ്ങളിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നട്ടല്ലായ CPM എത്തിപ്പെടാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, കുറച്ചുകൂടി സൂക്ഷ്മതയും കുറച്ചുകൂടി നേരും നിറയും സത്യസന്ധതയുമുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കരുണാവാരിധി അല്ലാഹ്
അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ മെച്ചപ്പെട്ട ലോകത്തിന് വേണ്ടി മനോഹരമായി ത്യാഗപൂർണമായി പ്രവർത്തിക്കാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. തെറ്റിദ്ധാരണകളും മുൻധാരണകളും അപകടകരമായ സംവിധാനങ്ങളുമൊക്കെയായി പലതും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നേരും നിറയും സത്യവും മാനവികതയും മനുഷ്യത്വയും ദൈവികതയും മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അങ്ങ് ഗസ്സയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകത്തുടനീളം പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഗസ്സ പസഫിക്കാണ് മനുഷ്യ നാഗരികതയുടെയും മനുഷ്യ ലോകത്തിന്റെയും ധാർമ്മികതയുടെ തകർച്ചയുടെ അടയാളമായി അരുതെന്ന് പറയാൻ ഒരാളുമില്ലാത്തവണ്ണം നിസ്സഹായതയിൽ നിൽക്കുന്ന ആ ജനതയെ കരുണാവാരിധിയായ അള്ളാഹുവേ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. എന്താണോ അവർക്ക് വേണ്ടത് അത് നൽകി നീ അവരെ കരുത്തരാക്കണേ റഹ്മാനെ. നിന്റെ മാലാഖമാരിലൂടെ നീ അവരെ സഹായിക്കണേ തമ്പുരാനെ. സുബറും സബത്തും ഇസ്തിഖാമത്തും സലാമത്തും ബർദത്തും നിഅമത്തും ബർക്കത്തും റഹ്മത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്ത് നൽകി നീ അവരെ പിടിച്ചു നിർത്തുവാറാകണമേ തമ്പുരാനെ. അവരുടെ വഴികളെ നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അവരുടെ ഹൃദയങ്ങളെ നീ വിശാലമാക്കണേ തമ്പുരാനെ. അവരെ നീ ഒന്നിപ്പിക്കണേ തമ്പുരാനെ. പിഞ്ചുകുട്ടികൾ മുതൽ സമുന്നതരായ നേതാക്കന്മാരടക്കം അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ക്ഷമയോടെയും സഹനത്തോടെയും നിലപാടുകളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ അവരെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകഗതിയിൽ കൂടുതൽ വിശാലതകളും മനുഷ്യത്വവുമുള്ള നാഗരികതയ്ക്ക് ധാർമ്മികമായി നേതൃത്വം നൽകുന്ന നല്ല നല്ല വിശുദ്ധ വ്യക്തിത്വങ്ങളെ നൽകി മനുഷ്യലോകത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്ത് ബീഹാറിലും ആസാമിലും യുപിയിലും ഒക്കെ വളരെ മാരകമായി ഭേദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, കൃഷിക്കാരും ചെറുകിട തൊഴിലാളികളും ദലിതുകളും ഒക്കെ അപകടകരമായ രീതിയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അധികാരമില്ലാത്തവനെ, അവർണ്ണനെ, ന്യൂനപക്ഷങ്ങളെ നിഷ്ഠൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വിശിഷ്യ മുസ്ലിം ഉമ്മത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തെ, അതിന്റെ സംവിധാനങ്ങളെ നീ ദുർബലപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടാണ് ഇന്ത്യ, ഞങ്ങളുടെ രാജ്യമാണ് ഈ രാജ്യം. സമാധാനവും സാഹോദര്യവും സൗഹാർദ്ദവും പുലരുന്ന അന്തരീക്ഷങ്ങൾ നൽകി ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആസാമിലും ബീഹാറിലും യുപിയിലും ഒക്കെയുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മാന്യമായ പോരാട്ടങ്ങൾ നിർവഹിക്കാനുള്ള വഴികൾ തുറന്ന് ഇന്ത്യൻ ജനതയെയും മുസ്ലിം ഉമ്മത്തിനെയും നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. കാപട്യങ്ങളും കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളുമായി ഈ രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന, അകത്ത് നിന്ന് ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ നീ ദുർബലപ്പെടുത്തണേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിനെ നീ ഐക്യപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും കുട്ടികളിലും റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞ് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ, അല്ലാഹുമ്മഗ്ഫിർ ലനാ, അല്ലാഹുമ്മ അൻസുർനാ, അല്ലാഹുമ്മ അഇസ്സനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.